എന്തായാലും അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു. എങ്കിൽ പിന്നെ ലിയോക്ക് മീറ്റിങ്ങിന് വന്നൂടായിരുന്നോ? 50,000 എന്നൊക്കെ പറഞ്ഞ ആദ്യം കുറച്ച് ഓഫർ ചെയ്യുന്നത് നാണക്കേടല്ലേ ലിയോ? ഓരോരുത്തർ ലേലം വിളിക്കുന്ന പോലെയാ 1 lakh 2 lakh എന്നൊക്കെ ഓഫർ കൊടുത്തത്. അവർക്കൊക്കെ പിന്നെ എന്താവുമല്ലോ, നോട്ട് ഇട്ട് ചെതലരിക്കാതിരിക്കാൻ അത് നല്ലത്. പക്ഷെ നമ്മുടെ കാര്യം അതാണ്. ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് സാലറി മാത്രമല്ലേ ഉള്ളൂ, ഇൻസെന്റീവ് ഇല്ലല്ലോ. ആ, വല്ല റിസർവ് ബാങ്ക് ഗവർണറുടെ മോളെയും കിട്ടിയാൽ മതിയായിരുന്നു. ചോദിക്കുമ്പോൾ ഇറക്കി തന്നേനെ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ റെപ്യൂട്ടഡ് സ്കൂളാവുമ്പം ഇതൊക്കെ യൂഷ്വലാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വല്ല തല്ലിപ്പൊളി സ്കൂളിലും കൊണ്ട് മോളെ ചേർക്കാം. ആകെ ഒരു മോളല്ലേ ഉള്ളൂ, 4 5 ഒന്നും അല്ലല്ലോ. അതെന്റെ കുറ്റമാണോ? നീ സമ്മതിക്കണ്ടേ? 30 rupees ഞാൻ കൊടുത്തോളാം. പത്തുണ്ടോ? 1 രൂപ ടിപ്പ്. ഛേ, പറയാൻ കുറച്ച് ചമ്മലുണ്ട്, പക്ഷെ നിവർത്തിയില്ല. പറഞ്ഞോ? ഒരു 50,000 റുപ്പീസ് വേണമായിരുന്നു. ഇൻസെന്റീവ് കുറച്ച് കിട്ടാനുണ്ട്. കിട്ടുമ്പോൾ അതോടനെ തിരിച്ചു വന്നോളാം. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്നുമില്ലേലും കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നവരല്ലേ, ഒരേ നാട്ടില് ഒരേ സ്കൂളില്. ആട്ടെ, എന്താ ഇത്ര അത്യാവശ്യം? മോൾക്ക് സ്കൂളില് ഓ, ഒരു മിനിറ്റ്. അതെ, കയ്യിലുള്ളത് തികയില്ല. ലിയോ കളക്ട് ചെയ്തോളല്ലോ. താങ്ക് യു. ഓ, സ്വീകരിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ആ ഇന്നെന്താ നേരത്തെ എത്തിയോ? എന്താ ഇന്ന് ടെൻഷനൊന്നുമില്ലായിരുന്നോ? ഇതെന്താടി തെയ്യോ? നീ പോയി നിന്റെ മുഖം വാഷ് ചെയ്തേ. നിന്റെ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാവണല്ലോ. കാണാനൊരു ലേഡി ഡെവിൾ പോലെ ഉണ്ടല്ലേ. നിന്റെ അടുത്തൊക്കെ ഈ മുഖം നല്ലത്. പിങ്കി ഉറങ്ങിയ? ആ, അവള് 7 മണിക്ക് കിടന്നു. തലവേദന എന്നും പറഞ്ഞു. പഠിക്കാനുള്ള മടിയാ. ക്യാഷിന്റെ കാര്യം വല്ലതും ആയോ? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കായിരിക്കായിരുന്നു. നീ ഓഫീസിൽ വല്ലയിടത്തും ചോദിച്ചാ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് മടിയാ. എന്തടി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്. ക്യാഷ് കിട്ടി, പക്ഷെ ചെക്കാണ്. എന്തല്ലയോ ഇത്? ബോറല്ലേ ഇതൊക്കെ? ഛെ, ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതിനെന്താ കുഴപ്പം? ഒരു അത്യാവശ്യത്തിനല്ലേ. എന്ത് അത്യാവശ്യം? നിന്റെ ആരാ അവള്? അവളോട് ചെന്ന് കാശ് കടം വാങ്ങിക്കാൻ ചെന്ന് ചോദിക്കേണ്ട താമസം. ചെക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അവളെ കെട്ടിയോനല്ലേ. എന്റെ അഭി വെറുതെ അതും പറയല്ലേ. ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിന് തന്നെ ചീത്ത വിളിക്കുന്നത്. എന്തിന് ഇത്ര സോഫ്റ്റ് കോർണർ? അവളുടെ കാശ് നമുക്ക് വേണ്ട. ഇത് ഡൊണേഷൻ ആയിട്ട് തന്നൊന്നല്ല, കടം തന്നല്ലേ. എങ്ങനെ തന്നതായാലും അവളുമായിട്ടുള്ള ഡീലിങ്സ് നമുക്ക് വേണ്ട. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അതൊക്കെ മോശമല്ലേ? അവൾ എന്ത് വിചാരിക്കും? അവൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. ഇവക്കിത് എന്തിന്റെ ഭ്രാന്താണ്? ആ, എന്താ എന്താ അഭിരാമി? വരൂ. ഇല്ല, കേറുന്നില്ല. കിച്ചണിൽ ഇത്തിരി ജോലിയുണ്ട്. എന്തേ? ഞാൻ ഈ ചെക്ക് തിരിച്ചു തരാൻ വന്നതാ. ലിയോക്ക് അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. സാരില്ല, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു തന്നാ മതി. വേണ്ട സന്ദ്ര, വെറുതെ എന്തിനാ. അപ്പൊ ഞാൻ പോട്ടെ. സാന്ദ്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഏയ്,
ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഞാൻ ലിയോക്ക് തന്ന ചെക്ക് രാത്രി തന്നെ അഭിരാമി എനിക്ക് തിരിച്ചു വന്നു. അത് അവളുടെ ക്യാഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമില്ലാതെ ലിയോ എൻ്റെ അടുത്ത് വരില്ല എന്ന് എനിക്കറിയാം. വൈഫിനത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അയ്യോ അതല്ല. ഏയ് സാരമില്ല, ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫിനോട് പറയാതിരുന്നാ പോരെ? ലിയോയുടെ ബുദ്ധിമുട്ട് എനിക്ക് ഊഹിക്കാനാവും. ഒരു സമയത്ത് ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാ. വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വഴി ആലോചിച്ചോളാം. എന്തിനേ? വൈഫിനെ പേടിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞില്ലേ അഭിരാമിയോട് ഇതൊന്നും പറയണ്ട. ആ, ഒരു പെണ്ണിന്റെ കോംപ്ലക്സുകളൊക്കെ എനിക്കും മനസ്സിലാവും. മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നവളല്ലേ ഞാൻ. ടേക്ക് ഇറ്റ്, വാങ്ങിക്കേ. ആ ചെല്ലട്ടെ. $5.3% of 80 lakhs, 5.3% of 43 lakhs. അത് രണ്ടും ഓക്കെ. സെപ്റ്റംബർ 2020 1.3 CR, അതിൻ്റെ കാര്യം എങ്ങനെ? അതിലൊരു പ്രശ്നമുണ്ട്. RBIയുടെ പുതിയ റൂൾസ് ഒന്ന് വെരിഫൈ ചെയ്യണം. ഓ, ഹലോ, ലിയോ സ്പീക്കിംഗ്. ഹൂ ഇസ് ദിസ്? സാർ, ഞാൻ ടൊയോട്ടോ മോട്ടോഴ്സ് നിന്നാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് രാജീവാണ് സാർ. ആ പറയൂ, എന്താ കാര്യം? സാറിൻ്റെ വൈഫ് ലിവൻ നോക്കി വെച്ചിരുന്നല്ലോ, അതിൻ്റെ ഓഫർ നാളെ കൂടി ഉള്ളൂ സാർ. നിങ്ങൾക്കാരാ എൻ്റെ ഈ നമ്പർ തന്ന്? 1 മിനിറ്റ് സാർ. അഭിരാമി സാറിൻ്റെ വൈഫല്ലേ? യെസ്. മാഡം പറഞ്ഞാ സാറിനൊന്ന് വിളിക്കാൻ. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അയ്യോ ഇപ്പൊ വേണ്ട, ഇത് നിങ്ങളുടെ നമ്പർ അല്ലേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. ആരാ? അല്ല, ഇത് വേറെ സാർ. അപ്പോൾ ലിയോ, നീ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്ക്. യെസ്. എന്നിട്ട് നമുക്കിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആ, എൻ്റെ ആനിവേഴ്സറിയുടെ പാർട്ടിയുടെ കാര്യം മറക്കണ്ട. ഡെഫിനറ്റ്ലി വി വിൽ ബി ഓൺ റൈറ്റ് ടൈം. ഓക്കെ. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നിനക്കെന്താ വട്ടായ? എന്റെ ലിയോ, അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? തെറ്റാണെന്നല്ല, അറിഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു കാറ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് അത്ര വലിയ കാര്യമാണ്? അല്ല, പക്ഷെ നിനക്കറിയാലോ ഇത് നടപ്പുള്ള കാര്യമല്ലെന്ന്. എനിക്കറിയാം, പക്ഷെ ഞാൻ വെറുതെ പോയി അന്വേഷിച്ചല്ലേ ഉള്ളൂ. അതിന് ഇത്രയും ഷൗട്ട് ചെയ്യാനുണ്ടോ? ആളുകൾക്ക് കാണാനും അന്വേഷിക്കാനും ഒക്കെയല്ലേ ഷോറൂമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്റെ അഭി, എന്നെ കുഴപ്പത്തിലാക്കല്ലേ. തൽക്കാലം എന്നെ കൊണ്ട് ഇപ്പൊ ഇത് നടക്കൂല. ലിയോ, ചുമ്മാ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ, ബി പ്രാക്ടിക്കൽ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ആ ദേവനുമോള Oh God. Are you safe? Anything happened? Hello. Oh my God. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? വല്ലതും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. കാലിൽ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സാരമില്ല. എന്തായാലും കുട്ടിക്ക് ഭാഗ്യമുണ്ട്, ബാക്കിലൊരു വണ്ടി വന്നതാ. Thank God. Nothing happened. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. വേണ്ടെന്നേ. ഇതിനൊരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ശരി, വണ്ടി കയറിക്കോളൂ. Come. മാധവ് ദാസ്. നമ്പർ പറയൂ സർ. 69847582. അയ്യോ, എന്റെ ക്യാരി ബാഗ്. Come. നേരെ പോയാൽ മതി കേട്ടോ. Abhiram. Nice name. Are you working? യെസ്, ഹൈറ്റ്സിൽ. Oh, very good. പ്ലീസ്, ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നീട് വല്ല പ്രോബ്ലം തോന്നിയാൽ
എനിക്കൊരു ടെൻഷൻ ഒഴിവാക്കാമല്ലോ. ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ഇറങ്ങിക്കോളാം. Are you sure? ആ, ഉം. എന്താ ഇത്? സാരിയാ. നോക്കട്ടെ. ഇതിനി ഉപയോഗിക്കാൻ പറ്റുമോ? We can buy another one. അയ്യോ വേണ്ട. അഭിരാമി എന്നെ സ്ട്രേഞ്ചറായി കാണണ്ട. മാത്രമല്ല എൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു. ടു ബി ഫ്രാങ്ക്, എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം മറ്റൊരാൾക്ക് ദോഷം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇറ്റ് ഹാപ്പൻഡ്. ഗുഡ്. വെൽക്കം Hello. സർ. സാരി അല്ലേ സർ? ദേ അവിടെയാണ്. ഹായ്. അതെ സാരിയാണ് സർ. അതെ വെയിറ്റ്ലെസ് ആണല്ലേ? നൈസ്. നല്ല കളർ. ശരി, അത് ആ റൈറ്റ്. ഇതാണോ? ഇതിപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റഫാണ് സർ. നല്ല കളറുമാണ് സർ. അഭിരാമി, how's this? വെരി നൈസ്. ഇഷ്ടമായോ? ഇഷ്ടമായി. പക്ഷേ നിന്റെ പ്രൈസ് ഇത് അല്പം കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് വെച്ചാ 1 നോ lakh? സർ, 2 lakh? ജസ്റ്റ് 15. ഓ ഓക്കെ. സർ ഇത് വേണ്ട. ഞാൻ വാങ്ങിച്ചത്. ഓ പ്ലീസ്, അഭിരാമിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എടുത്തോളൂ. അയ്യോ വേണ്ട സർ. Why? Tell me why. Please, no formalities. ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ don't bother about price and other things, okay? Thank you. അത് പാക്ക് ചെയ്തോളൂ. അഭിരാമി മാരിഡ് ആണോ? ഉവ്വ്. ഹസ്ബൻഡ്? ഇവിടെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. പേടിയുണ്ടല്ലേ? എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ അതുകൊണ്ടല്ല. അതുകൊണ്ടാണ്. അറിയണ്ട. കുട്ടികൾ? ഒരു മോള് UKG. അതൊരു നുണയല്ലേ? അയ്യോ അല്ല, ഇറ്റ് ഈസ് ട്രൂ. കണ്ടാ തോന്നില്ല. ഇറ്റ്സ് മൈ കോംപ്ലിമെന്റ്. താങ്ക് യു സർ. അഭിരാമി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്? ഐസ്ബെറോ. ഓ തോന്നി. ക്രേസ് ഉണ്ടോ പെർഫ്യൂംസിനോട്? സപ്പോസ് ആ പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചാ എന്തു പറയും? ഹോസ്പിറ്റൽ പോയെന്നോ ഇല്ലെന്നോ? പോയെന്ന് പറഞ്ഞാലോ? അതൊരു കള്ളമാവില്ലേ? ഓക്കെ, ഇല്ലെന്ന് പറഞ്ഞാൽ അപ്രിയമാവും. അപ്രിയമായ സത്യം പറയാതിരിക്കാം അല്ലേ? സർ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഇവിടെയോ? ഇവിടെ ഇറങ്ങിയ ഓട്ടോ കിട്ടും. ഓ താങ്ക് യു സർ. this is my card.
അഭിരാമിയുടെ സെൽ നമ്പർ? ഞാൻ വിളിക്കാം. ഓക്കെ